എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂരാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തോട്ട് പോവുകയാണ്. അതെങ്ങനെ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂർ ഡിപ്പോയിലെ മിന്നൽ തിരുവനന്തപുരം മിന്നലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ അടിപൊളിയായിരിക്കും. പുതിയതായിട്ട് ആരും ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. അടിപൊളി വീഡിയോ ആയിരിക്കും. പറ്റും നമ്മുടെ മിന്നലോടെ കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട, ഇതാണ് നമ്മുടെ ഇന്ന് പോകുന്ന മിന്നൽ. ഫ്രണ്ട്സ്, എനിക്ക് ബസ് 7:30-ക്കാണ്. 7:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ബസ് വന്നിട്ടുണ്ട്. ATC കറക്റ്റ് 7:30 തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തു. അപ്പം വണ്ടി ഫുള്ളല്ല, കോഴിക്കോടാകുമ്പോഴേ ഫുള്ളാവുള്ളൂ. ഇനി അങ്ങോട്ട് അത്യാവശ്യം കുറച്ച് ബ്ലോക്കായിരിക്കും. സിറ്റിയിൽ നിന്ന് ബൈപ്പാസ് കയറണവരെ നല്ല ബ്ലോക്കായിരിക്കും. അത് ഇനി വലിയ കുഴപ്പം കാണൂല. അതിന് പോയപ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് തുടങ്ങി. ഇനി കുറച്ച് നല്ല ബ്ലോക്കായിരിക്കും. അതിന് കുഴപ്പം കാണൂല. കോഴിക്കോടേ സ്റ്റോപ്പുള്ളൂ. ഇനി നമുക്ക് കോഴിക്കോടേ സ്റ്റോപ്പുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വേറെ സ്റ്റോപ്പൊന്നുമില്ല. ഇനി കോഴിക്കോടേ വണ്ടി നിർത്തത്തുള്ളൂ. അങ്ങനെ നമ്മൾ ബൈപ്പാസ് കയറി നമ്മുടെ NH66 നാഷണൽ ഹൈവേ. ഇപ്പം നമ്മൾ ഫസ്റ്റ് ടോൾ ഗേറ്റായ തലശ്ശേരി മാഹി ടോൾ ഗേറ്റ് എത്തി. അതാണ് നമ്മളെ യാത്രയ്ക്കുള്ള ഫസ്റ്റ് ടോൾ ഗേറ്റ്. അങ്ങനെ ഏകദേശം വടകര എത്താനായി. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ പോകുന്നുണ്ട്. ആരെന്ന് വെച്ചാൽ നമ്മളെ എരുമേലി ഡിപ്പോയുടെ എരുമേലി ഇരിട്ടി സൂപ്പർ ഫാസ്റ്റാണ്. RSC 950.
അങ്ങനെ നമ്മുടെ ബസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പായ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡും കൂടെയാണിത്. എല്ലാവരും കുറ്റം പറയെങ്കിലും എനിക്ക് ഇഷ്ടമാണ് ഈ ബസ് സ്റ്റാൻഡ് കാണാനും. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല സ്പേസൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി ഇറങ്ങിപ്പോകാനും ഈ ലോ ഫ്ലോറും ഈ വോളുമൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ ബാഗൊക്കെ തട്ടുന്നുണ്ട്, അതൊരു പ്രശ്നങ്ങളേ ഉള്ളൂ. ഇറങ്ങിപ്പോകുമ്പോൾ കയറുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നും. പിന്നെ ഈ കണ്ടില്ലേ ഈ ഗ്യാപ്പിൽ കയറ്റുന്നത്, കറക്റ്റാണ് കൊണ്ട് കയറ്റുന്നത് ഒരു ടാസ്ക് പിടിച്ച ഏർപ്പാടാണ്. അങ്ങനെ നമ്മൾ ആളെയൊക്കെ കയറ്റി ബസ് ഇവിടെ നിന്ന് എടുത്തു. ഇനി അത്യാവശ്യം ഇപ്പോൾ വണ്ടി ഫുള്ളായി. ഇനി നമ്മൾ കുറച്ച് അപ്പുറത്ത് പോയിട്ട് കഴിക്കാൻ നിർത്തും. അവിടെ ഒരു 15 മിനിറ്റ് ബ്രേക്കുണ്ട്. അതായത് നമ്മൾ അങ്ങോട്ട് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകുമ്പോൾ നമുക്ക് 15 മിനിറ്റ് ബ്രേക്ക് കിട്ടും കഴിക്കാനൊക്കെ കോഴിക്കോട്. പക്ഷേ തിരിച്ചിങ്ങോട്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരോട്ട് വരുമ്പോൾ ബ്രേക്കില്ല. കാരണം അവിടെ നിന്ന് അറിയാലോ 8:45 കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ബസ് കണ്ണൂരിലോട്ട് വരുന്നത്. അപ്പം കണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ 7:30 കണ്ണൂരിൽ നിന്ന് വരുന്നത്. അപ്പം നമുക്ക് അങ്ങനെ കഴിക്കാനുള്ള ബ്രേക്ക് കിട്ടും. പക്ഷേ തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരോട്ട് വരുമ്പോൾ ബ്രേക്ക് കിട്ടില്ല. അപ്പം കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോകുമ്പം ഒരു 15 മിനിറ്റ് ബ്രേക്ക് കിട്ടും. ഹോട്ടലിൽ കഴിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ അങ്ങനെയൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് ബ്രേക്ക് തരും.
അങ്ങനെ ഏകദേശം കൊല്ലം കഴിഞ്ഞു. ആറ്റിങ്ങലെത്താനായി. ഞാൻ നല്ല ഉറക്കമായിരുന്നു. പിന്നെ നൈറ്റ് നല്ല മഴയും കൂടെ ആയിരുന്നു, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ കൊല്ലമൊക്കെ കഴിഞ്ഞ് ആറ്റിങ്ങലെത്താനായി. അപ്പം മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ്. പക്ഷേ വണ്ടി കുറച്ച് ലേറ്റാണ്. അത്യാവശ്യം നൈറ്റ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. എറണാകുളവും അരൂരൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. മഴയും കൂടെ ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ 7:30 ആയപ്പോൾ നമ്മൾ തമ്പാനൂർ എത്താൻ പോകുന്നതേ ഉള്ളൂ. ബസ് ലേറ്റാണ്, കുറച്ച് ലേറ്റാണ്. ഇപ്പോൾ തമ്പാനൂർ എത്തിയതും മഴയും തുടങ്ങി. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത KSRTC വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കാം. അപ്പം ബൈ.